ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഗ്യമായി തിരുവത്താഴം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ കൂടുന്നതെന്ന് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമുക്ക് ദൈവവചനത്തിൽ കൂടെ ഒന്നുകൂടെ ചിന്തിക്കാം. 1 കൊറിന്ത്യർ 11:27 വാക്യം നമുക്കൊന്ന് ശാന്തമായിട്ട് വായിക്കാം. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകുന്നു. അയോഗ്യമായി ചെയ്താൽ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കുറ്റക്കാരനായാൽ അതിന് ശിക്ഷ വരും. ശിക്ഷ എന്താണെന്ന് 1 കൊറിന്ത്യർ 11:30 വാക്യം പറയുന്നു. ഇക്കാരണങ്ങളാൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആയിരിക്കുന്നു. പലരും രോഗികളും ബലഹീനരും ആയതിൻ്റെ യഥാർത്ഥ കാരണം അയോഗ്യമായിട്ട് ഇത് കഴിച്ചതുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് യോഗ്യമായിട്ട് ഇത് നടത്തുന്നിടത്ത് പോയാൽ നമുക്ക് യോഗ്യമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാം. പക്ഷേ ഇന്ന് കേരളത്തിൽ നടത്തുന്നതിൽ നല്ലൊരു ശതമാനമല്ല, ഭൂരിഭാഗമല്ല, 90% യോഗ്യമായിട്ടല്ല നടത്തുന്നത്, അയോഗ്യമായിട്ടാണ് നടത്തുന്നത്. ഇതെങ്ങനെയാണ് യോഗ്യമായിട്ട് നടത്തുന്നത് എന്നറിയാൻ യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു ഇതെങ്ങനെ നടത്തി എന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമ്മുടെ സഭകളിലെല്ലാം കൊറിന്ത് ലേഖനം 11-ാം അധ്യായം എടുത്തു വെച്ചിട്ടാണ് ഈ പരിപാടി. എന്നാൽ യേശു ഇതെങ്ങനെ ചെയ്തു, ഇത് സ്ഥാപിച്ച ആൾ ഇതെങ്ങനെ ചെയ്തു എന്നങ്ങ് ചിന്തിച്ചാൽ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മർമ്മം കിടക്കുന്നത്. 13:2 പറയുന്നു, അത്താഴത്തിൻ്റെ നേരമായി. ശ്രദ്ധിക്കണം, കേരളത്തിലെ വിശ്വാസികൾ ശ്രദ്ധിക്കണം, അത്താഴത്തിൻ്റെ നേരമായി, ലഞ്ചിൻ്റെ നേരമായി നല്ല എഴുതിയേക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരമായി നല്ല എഴുതിയേക്കുന്നത്, രാവിലത്തെ കാപ്പിയുടെ നേരമായി നല്ല, ഉച്ചയൂണിൻ്റെ നേരമായി നല്ല എഴുതിയേക്കുന്നത്. ഇന്ന് കേരളത്തിലെ സഭകളിൽ രാവിലെ 8-നും 8:30-ക്കും ഒക്കെ നടത്തുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ ഒരു സംവിധാനം ബൈബിളിലില്ല. പെന്തക്കോസ്ത് സഭകളിൽ ഒരു 12:30 നടത്തുമ്പോൾ ഇത് ലഞ്ചാണ്. ലഞ്ചെന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഇതിനെ തിരുവത്താഴം എന്നാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ, തിരുവത്താഴം എന്ന ബൈബിൾ പറയുന്നത്, ഇംഗ്ലീഷിലാണെങ്കിൽ ലോർഡ് സപ്പർ എന്നാണ് പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്നു അത്താഴത്തിൻ്റെ സമയമായി. ലൂക്ക 22:14 ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ലൂക്ക 22:14 സമയം എന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ മത്തായി 26:20 സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി. മർക്കോസ് 14:17 സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിനകത്ത് സന്ധ്യ ആയപ്പോൾ എന്ന് 2 സുവിശേഷങ്ങളിലും അത്താഴത്തിൻ്റെ നേരത്തെന്ന് 2 സുവിശേഷങ്ങൾ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം അത്താഴത്തിൻ്റെ നേരമെന്ന് എഴുതി, ലൂക്കായുടെ സുവിശേഷം അത്താഴത്തിൻ്റെ നേരമെന്ന് എഴുതി, മത്തായിയുടെ സുവിശേഷം സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി, മർക്കോസിൻ്റെ സുവിശേഷം സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി. യോഹന്നാൻ 13:2 അത്താഴത്തിൻ്റെ നേരം, ലൂക്ക 22:14 അത്താഴത്തിൻ്റെ നേരം. ഇത് 2 സെയിമാണ്. നിങ്ങൾ അതിനടുത്ത് വെച്ച് നോക്കിക്കോ. മത്തായി 26:20 സന്ധ്യ ആയപ്പോൾ, മർക്കോസ് 14:17 സന്ധ്യ ആയപ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നടത്തേണ്ടത് സന്ധ്യയ്ക്കാണ്, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമാണ്. യോഗ്യമായി തിരുവത്താഴം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യണമെങ്കിൽ ഇത് യോഗ്യമായി ചെയ്യണം. യോഗ്യമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമയമാണ് ഇതിൻ്റെ ഒന്നാമത്തെ യോഗ്യത. ഈ വീഴ്ച ശരിക്കും കേരളത്തിലെ ശുശ്രൂഷകരുടെ ഭാഗത്താണ്. ദൈവവചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത് നടത്തുന്നവർ ചെയ്യേണ്ടത് ഇത് അത്താഴമാണ്, ഇത് സന്ധ്യ കഴിഞ്ഞ് ചെയ്യേണ്ടതാണ്. യഹൂദൻ്റെ അത്താഴ സമയം ഏതാണെന്ന് നോക്കിയാൽ വൈകുന്നേരം 7 to 8 അതാണ് അവൻ്റെ സമയം. യോഹന്നാൻ 13:4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു യേശു മേലങ്കി ഊരി മാറ്റി ഒരു തൂവാല അരയിൽ ചുറ്റി, പിന്നീട് പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. ഇതെന്നാ ഇടപാടാ എന്ന് ഇപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ കർത്താവ് പറഞ്ഞത് എന്നാണെന്നറിയോ? യോഹന്നാൻ 13:8 പറഞ്ഞു, ഇല്ല, അങ്ങൊരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകാൻ പാടില്ലെന്ന് പത്രോസ് പറഞ്ഞു. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞു. പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ
നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കർത്താവേ, എൻ്റെ പാദങ്ങൾ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകിയാലും. അതിന് യേശു മറുപടി പറഞ്ഞു, കുളിച്ചവൻ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവൻ്റെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല താനും. ഇവിടെ പറഞ്ഞ കുളി എന്ന് പറയുന്നത് സ്നാനത്തെക്കുറിച്ചാണ്. സ്നാനപ്പെട്ടവനും തിരുവത്താഴ സമയത്ത് പാദങ്ങൾ കഴുകണം എന്നാണ് യേശു പറഞ്ഞത്. ഇനി അതിൻ്റെ 12, 13, 14 വാക്യങ്ങളിൽ പറയുന്നത്, അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം മേലങ്കി ധരിച്ച് അദ്ദേഹം സ്വസ്ഥാനത്തിരുന്നു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ തന്നെ ആകുന്നത് കൊണ്ട് അത് ശരി തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം പാദങ്ങൾ കഴുകേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് തിരുവത്താഴത്തെ സമീപിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ചെയ്യാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു പങ്കില്ല. ഇനി യോഹന്നാൻ 13:17 തന്നെ പറയുന്നു, ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇതുപോലെ അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ ഈ ശുശ്രൂഷയ്ക്കകത്ത് പങ്കില്ല. രാവിലെ 6 മണി തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പ്രഭാത ഭക്ഷണമോ അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി കുടിയോ ഉച്ചക്കത്തെ ചോറൂണോ ഒന്നും അല്ല. ഇത് മത്തായി സുവിശേഷം 26:17 പെസഹ എന്ന് പറയുന്നു. മർക്കോസ് 14:12 പെസഹ എന്ന് പറയുന്നു. ലൂക്ക 22:8 പെസഹ എന്ന് പറയുന്നു. യോഹന്നാൻ 13:1 പെസഹ നാൾ സമീപിച്ചു എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ ആണ്. ഈ പെസഹ എങ്ങനെയാണെന്ന് പുറപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 30-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. അവർ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് അവർ യാഗപീഠത്തിൻ്റെ ശുശ്രൂഷിക്കാൻ സമീപിക്കുമ്പോഴും തങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് അവർ വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് തങ്ങളുടെ കൈയും കാലും കഴുകണം. ഇത് അഹറോനും അവൻ്റെ തലമുറയ്ക്കും അവൻ്റെ സന്തതിക്കും തലമുറയായി എന്നേക്കുമുള്ള ഒരു ചട്ടമായിരിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ യേശുക്രിസ്തു കാൽവരി മരിക്കുന്നതിന് മുമ്പ് അഹറോൻ ഉൾപ്പെടുന്ന ലേവ്യർക്കായിരുന്നു ഇത് നിയമമെങ്കിൽ, യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ച ശേഷം പത്രോസിൻ്റെ ലേഖനം പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ദൈവത്തിൻ്റെ ജനവുമാവുന്നു. രാജകീയ പുരോഹിത വർഗമായെങ്കിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ കൈയും കാലും കഴുകണം. ഇത് തലമുറയായി എന്നേക്കും പൗരോഹിത്യ ഗണത്തിനുള്ള ചട്ടമാണ്. പുതിയ നിയമവ്യവസ്ഥയിൽ എല്ലാവരും പുരോഹിതന്മാരാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് പെസഹ എങ്ങനെയായിരിക്കും എന്നുള്ളത് ലേവ്യർ 23:5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ പെസഹ 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്ക് ആരംഭിക്കും. അവിടെ പറയുന്നത് സന്ധ്യയ്ക്ക്. ആവർത്തന പുസ്തകം 16:6 ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിൽ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ട സമയത്ത് തന്നെ പെസഹ യാഗം അർപ്പിക്കണം. ഇതാണ് പെസഹയുടെ വ്യവസ്ഥ. അപ്പോൾ ഈ പെസഹയുടെ സംവിധാനം, പെസഹ തന്നെയാണ് തിരുവത്താഴമായി കർത്താവ് മാറ്റിയത്. ഐറ്റങ്ങൾ മാറ്റി. അപ്പവും ഇറച്ചിയൊക്കെ ഉള്ളത് മാറ്റിയിട്ട് അപ്പവും വീഞ്ഞുമാക്കി മാറ്റി. കാല് കഴുക്ക് മാറ്റിയില്ല, കാല് കഴുകണം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സ്നാനപ്പെട്ടവർക്കെല്ലാം ഇതെടുക്കാം, പക്ഷേ ഇതിൻ്റെ സമയം ഇങ്ങനെയാണ്. ഇങ്ങനെ യോഗ്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റമാണ്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇതെങ്ങനെ കാണിച്ചു തന്നോ. പക്ഷേ സഭകൾ മെഗാ ആക്കാൻ പോയപ്പോൾ ഇതൊന്നും പ്രായോഗികമല്ലെന്നായി. 50 പേര് വന്നു കൂടിയപ്പോൾ 30 പേർക്ക് 25 പേർക്ക് ഇരിക്കാനുള്ള ഇടയ്ക്കകത്ത് 50 പേരെ കുത്തിത്തിരിയപ്പോൾ പ്രായോഗികമല്ലെന്നായി. തിരുവത്താഴത്തിനുള്ള അപ്പവും വീഞ്ഞും റെഡിയാക്കുക എന്നത് ശുശ്രൂഷകരുടെ സമർപ്പണം പോയപ്പോൾ അത് പ്രായോഗികമല്ലെന്നായി. അപ്പോൾ എന്നാ കാണിച്ച് കടയിൽ നിന്നൊരു ബണ്ണിഞ്ഞ് മേടിച്ചു, അത് പൊളിച്ചതാണ്.
പുളിപ്പില്ലാത്ത അപ്പം എന്ന് വചനം പറയുന്നു. ഒരു ബ്രെഡ് ഇഞ്ഞ് മേടിച്ചു, അതും പുളിച്ചതാണ്. ഹോളി വയ്യൻ എന്നും പറഞ്ഞ് ഒരു ഇതിങ്ങ് മേടിച്ചു, അത് എവിടെ ചീഞ്ഞ് കിടന്ന സാധനമാണെന്ന് ദൈവത്തിനറിയാം. അതിനകത്തൊരു പ്രാർത്ഥനയുടെ സപ്പോർട്ടോ പിൻബലമോ ഒന്നുമില്ല, ഏതോ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ വൈൻ ഇങ്ങെടുത്തുകൊണ്ട് വന്നു. എന്നിട്ടിത് മുറിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് വെറുതെ ബ്രെഡും വീഞ്ഞുമാണ്, ഇതൊന്നും ആരുടെയും വയറ്റിൽ ഒന്നും മാംസവും രക്തവും ആകാൻ പോകുന്നില്ല, ഇത് ആരുടെയും വായിലൊന്നും ആകില്ല, മറ്റവരോട് മത്സരിക്കാൻ പോയതാണ്. അങ്ങനെ വന്നപ്പോൾ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇത് അകത്ത് ചെന്നിട്ട് തിരുവത്താഴം അകത്ത് ചെന്ന് എന്ത് ചെയ്യണോ അത് ചെയ്യാതെ വന്നു. തന്നെയല്ല, ഇതിൻ്റെ സമയം മാറിക്കഴിഞ്ഞപ്പോൾ കർത്താവിന് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നായി. തിരുവത്താഴം എന്ന് പറയുന്നത് കർത്തൃമേശ എന്നുള്ള വേറൊരു പേരിട്ട് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ കൊടുത്തപ്പം സൗകര്യം പോലെ സാഹചര്യം പോലെ കൊടുത്തപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം വിട്ടതുകൊണ്ട് കേരളത്തിലെ വിശ്വാസികളിൽ നല്ലൊരു ശതമാനം രോഗികളായി മാറി. വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാന്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം രോഗങ്ങളും വിട്ടുമാറുമെന്ന് എനിക്ക് 100% അറിയാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കേരളത്തിലെ സകല വേർപെട്ട സഭകളും യോഗ്യമായി തിരുവത്താഴം എടുക്കുവാൻ എല്ലാവരുടെ ഉള്ളിലേക്കും ഈ വചനഭാഗം പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീഡിയോ അനേകർ ശുശ്രൂഷകർക്ക് അയച്ചു കൊടുക്കാനും വചനത്തെ വചനം കൊണ്ട് വെട്ടുന്ന മത്സരത്തിൽ നിന്ന് മാറി വചനം അത് എന്ത് എഴുതിയേക്കുന്നു എന്നത് അക്ഷരികമായി ഗ്രഹിച്ചനുസരിച്ച് അതിനനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ കേൾവിക്കാരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തങ്ങളുടെ രോഗത്തിനുള്ള ചികിത്സ ആശുപത്രികളിലല്ല. ഈ രോഗം തുടങ്ങിയത് അയോഗ്യമായി തിരുവത്താഴം ഭക്ഷിച്ചതുകൊണ്ടാണെങ്കിൽ യോഗ്യമായി അത് ഭക്ഷിക്കുമ്പോൾ, മാനസാന്തരത്തോടെ യോഗ്യമായി ഭക്ഷിക്കുമ്പോൾ തിരികെ സൗഖ്യം ലഭിക്കും എന്നുള്ള ഉറപ്പിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും തങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഉള്ളിൽ വന്നാൽ എന്തു ചെയ്യുമോ അത് ചെയ്യുമെന്നുള്ള ഉറപ്പിൽ അത് ചെയ്യുവാൻ കേൾവിക്കാരെ അനേകരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.